വെൽക്കം ബാക്ക് ടു മില്ലർ അമക്കര. ഇന്നിവിടെ നമ്മുടെ മില്ലറിലുള്ള 3 ടൈപ്പ് ദോശ മിക്സിനെ പറ്റി പറയാനാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അതായത് ഒന്ന് അടദോശ എന്ന് പറയും. അതായത് അടദോശ, ദാൽ ദോശ, അമ്മിയൂർ ദോശ, പാലക്കാട് സ്റ്റൈലൊക്കെ അമ്മിയൂർ ദോശ എന്നാ പറയാ. അപ്പൊ നമുക്ക് ഒരു പണിയുമില്ല, എളുപ്പത്തില് പെട്ടെന്ന് എപ്പോഴാ കഴിക്കാൻ തോന്നുന്നത് അപ്പൊ എടുത്ത് കലക്കി അങ്ങ് ചുടാൻ പറ്റുന്ന ഒരു ദോശയായത്. അരിയും പരിപ്പും പയറും പെപ്പറും സോൾട്ടും എല്ലാം മിക്സ് ആയിട്ടുള്ള ദോശ. വേറൊരു ദോശ എന്ന് പറയുന്നത് മില്ലറ്റ് ദോശ. അതായത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ റാഗി, ജോവർ, ബാജ്ര അങ്ങനെ 3 മില്ലറ്റ് മിക്സ് ആയിട്ടുള്ള ദോശ മിക്സ് ആണ് ഇത്. ഇത് നമുക്ക് സ്പോട്ടിൽ ചുടാൻ പറ്റില്ല. രാത്രി നമ്മൾ അതിൽ ഉഴുന്ന് ആഡ് ചെയ്തിട്ട്, ഉഴുന്ന് ഒരു 4 സ്പൂണൊക്കെ മതി. അതായത് നമുക്ക് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ ദോശമാവിന്റെ മിക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അല്ലെങ്കിൽ ഒരു 4 സ്പൂൺ ദോശ, 4 സ്പൂൺ ഉഴുന്ന് ചേർത്ത് അരച്ചിട്ട് മിക്സ് ചെയ്ത് രാത്രി വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് ദോശയോ ഇഡലിയോ എന്ത് വേണമെങ്കിലും ചുടാം. നല്ല ദോശയായിരിക്കും, നല്ല ഹെൽത്തി ദോശയാണ്. ആ മില്ലറ്റ് ആരും നമുക്ക് പൊട്ടി പോകുന്നവരിരിക്കില്ലേ കല്ലിന്ന് വരുമ്പോ, അതിന് പകരമാണ് നമ്മൾ കുറച്ച് ഉഴുന്നൊക്കെ ചേർക്കുന്നത്. ഉഴുന്ന് പറ്റാത്തവരാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ മിക്സ് ചെയ്താൽ മതി. അപ്പൊ ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യണം. ഹെൽത്തി മില്ലറ്റ് ദോശ, ദാൽ ദോശ, ഇങ്ങനൊരു ദോശയും കൂടി ഉണ്ട്, അതും കൂടെ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ദോശ മിക്സ്, 3ാമത്തെ ദോശ മിക്സ് എന്ന് പറഞ്ഞത്. ഇത് ഞാൻ ഇന്നാളെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയ ഐറ്റം വന്നതില്. അപ്പൊ മില്ലറ്റ് ദോശ മിക്സ്, ദാൽ ദോശ മിക്സ്, അത് കഴിഞ്ഞിട്ട് ഇഡ്ലി ദോശ മിക്സ് ആയത്. ഇതിൽ എന്തൊക്കെയാ ചേർത്തിരിക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ പറയാം. അരിയും ഉഴുന്നും ഉലുവ, പിന്നെ ചനാദാലിന്റെ പൗഡർ, അവിലിന്റെ പൗഡർ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ക്രിസ്പി ദോശയും നല്ല സോഫ്റ്റ് ഇഡലിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മിക്സ് ആയത്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ എളുപ്പമാണ്, പെട്ടെന്ന് കേടാവുകയില്ല. മാവ് വാങ്ങിക്കുന്ന പോലെ ഇതിൽ ഉപ്പ് ചേർത്തിട്ട് രാത്രി കലക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡലിയും ക്രിസ്പി ദോശയും ചുട്ടെടുക്കാം. എളുപ്പമാണ്. നമുക്ക് പുറത്ത് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് വെച്ചാലും നമുക്ക് കേടാവൊന്നുമില്ല. അപ്പൊ പിന്നെ എല്ലാവരും ഈ 3 ദോശ മിക്സ് ഒന്ന് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഈ മില്ലർ അളമക്കരയിലുള്ള 3 ടൈപ്പ് ദോശ പൊടികളായത്. പിന്നെ നമുക്ക് ഓക്കെ പോർട്ടറിലോ DTTCയിലൊക്കെ വേണമെങ്കിൽ എന്ത് ഐറ്റം ഓർഡർ വാട്സപ്പ് ചെയ്താൽ മതി, അതൊക്കെ കൊടുത്തയക്കും. ഇന്ത്യക്ക് പുറത്തൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 ടൈപ്പ് ദോശമാവ് എല്ലാവരും വാങ്ങിച്ച് രുചിച്ച് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പൊ അടുത്ത ഒരു ഐറ്റം ആയിട്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.